ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു ദിവസം നിനക്ക് നേരുകയാണ്. ഇന്ന് യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാൾ ദിവസമാണ്. യോഹന്നാൻ ശ്ലീഹായിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ. യോഹന്നാൻ ശ്ലീഹയെക്കുറിച്ച് വചനം ഇപ്രകാരം പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 8-ാം വാക്യം. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. ഈശോയുടെ കല്ലറയിലേക്ക് ഓടിയെത്തിയവരാണ് പത്രോസും യോഹന്നാനും. നമ്മളെ വചനഭാഗത്തിലേക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഓടി. പക്ഷേ യോഹന്നാൻ മിടുക്കനാണ്. യോഹന്നാന് ആദ്യം ഓടിയെത്തിയിട്ട് യോഹന്നാൻ അകത്തോട്ട് കയറിയില്ല. യോഹന്നാൻ വെയിറ്റ് ചെയ്തു. പത്രോസ് വന്നു കഴിഞ്ഞ് പത്രോസ് അകത്ത് കയറി. പിന്നീട് യോഹന്നാൻ അകത്ത് കയറി. എന്തുകൊണ്ടായിരിക്കാം? ക്രിസ്തുവിനെ എത്രമാത്രം സ്നേഹിച്ചിട്ടും ആദ്യം ഓടിയെത്തിയിട്ടും യോഹന്നാൻ വെയിറ്റ് ചെയ്തത്. കാരണം തലവനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന പത്രോസാണ്. അവനാണ് പ്രാധാന്യം വരേണ്ടത്. ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുവാനായിട്ട്, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരെ മാനിക്കുവാനായിട്ട് നീ നിൻ്റെ ജീവിതത്തിൽ തയ്യാറായാൽ നിൻ്റെ ജീവിതം അഭിഷേകം കൊണ്ട് നിറയും. ദൈവം കാണുന്നത് പോലെ മറ്റുള്ളവരെ കണ്ട് പ്രോത്സാഹിപ്പിക്കുക. ദൈവം കാണുന്നത് പോലെ കണ്ട് മറ്റുള്ളവരെ വളർത്തിയെടുക്കുക. ദൈവം കാണുന്നത് പോലെ കണ്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ.